നമ്മൾ കോയമ്പത്തൂർ ഹൈവേയിലാണ്. നമ്മൾ കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കഞ്ചിക്കോട് ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനും ഉണ്ട്, പിന്നെ ചേച്ചിയുടെ മോളും ഉണ്ട്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരോട്ടുള്ള യാത്രയിലാണ്. ഏതിന്റെ കൂടെ നമ്മള് പോണ നോക്കിയത് പോയി പറഞ്ഞു കൊടുക്കണ്ട അമ്മയ്ക്ക് എന്തൊക്കെ കണ്ടോന്ന്. മഞ്ഞ് പോകാൻ ലോറികളുണ്ടല്ലേ, വലിയ വലിയ ലോറികൾക്ക്. എത്ര ലോറിയാ നോക്ക്, കണ്ടോ? കോയമ്പത്തൂർ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളൊരു സാധനമാണ് കാറിലെ ക്രൂയിസ് കൺട്രോൾ. നമ്മുടെ നാട്ടിലൊന്നും വേറൊന്നും പറ്റിയില്ലെങ്കിലും കോയമ്പത്തൂർ വരുമ്പോൾ മാത്രമേ പറ്റാറുണ്ട്. അതുകൊണ്ട് അത് സത്യം പറഞ്ഞാൽ രസമാണ്. കുറേ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലൊന്നും എടുത്തിട്ട് ഫ്രീ ആയിട്ട് ഓടിക്കാനും സുഖമാണ്. പിന്നെ ഒക്കെ ഓരോ കാര്യം തന്നെയല്ലേ. അതൊന്നും ഇട്ടിട്ട് ഇപ്പം അധികം ദൂരം നമുക്ക് പോകാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ മുന്നിൽ വട്ടം ചാടും അപ്പം തന്നെ. കോയമ്പത്തൂർ അല്ല ബോർഡ് കണ്ടില്ലേ? നമ്മള് കോയമ്പത്തൂർ പ്രേതോ അതിന്റെ പ്രേതത്തിന് ഈ വണ്ടി കണ്ട ഈ നാട്ടിലൊന്നും പ്രേതം ഇവിടെ അവിടെ മഞ്ഞുമല വേണമെങ്കിൽ കണ്ട പുതിയ മലകൾ, മഞ്ഞുമലകള് കണ്ടോ? ഇവിടെ റോഡ് ഇതുവരെ നേരെയാക്കിയിട്ടില്ല. ഇവിടെ ഒന്നും പ്രശ്നമാണ്. ഇവിടെ വലിയൊരു കുഴിയൊക്കെ ചാടി വീണ്ടും NH പണിയാണല്ലോ. നമ്മളവിടത്തേക്ക് NH കണ്ടുപിടിക്കുന്നത് എന്നും NH പണിയാ. ഇവിടെ അവര് വൃത്തിയാക്കും. അവരെന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ പെട്ടെന്ന് നേരെയാക്കണ്ട NH. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് കോയമ്പത്തൂർ യാത്രയിലാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ അച്ഛൻ്റെ കണ്ണിൻ്റെയൊക്കെ ചെക്കപ്പ് നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ അരവിന്ദിലാണ്, കോയമ്പത്തൂർ അരവിന്ദിലാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പീരിയോഡിക്കലായിട്ടുള്ള നമ്മൾ ചെക്കിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കോയമ്പത്തൂർ പോവാണ്, അരവിന്ദിലോട്ട്. അപ്പോൾ കുറേ ആയി ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് പോയിട്ട് ആകെ 2 വട്ടമായിട്ടാണ്. ഒരു വട്ടം ഹോസ്പിറ്റലിലേക്കും പിന്നെ ഒരു വട്ടം കോളേജിലേക്കുമായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ കുറേ ആയി വന്നിട്ട് കോയമ്പത്തൂർക്ക്. അപ്പോൾ രാവിലെ നമ്മൾ പോന്നു. ഇപ്പോൾ നമ്മളിവിടെ ആര്യാസിലെത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ പോകുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ആര്യാസ് തന്നെയാണ് നമ്മൾ ചാവടി എത്തുന്നതിന് മുന്നേ ഉള്ള ഹോട്ടൽ ആര്യാസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ഫ്രഷ് ഇതൊക്കെ ആവാനൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ സാധാരണ ഒരു ട്രാവൽ ലോഞ്ച് ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് അവിടെ കയറാറുണ്ട്. പിന്നെ ട്രാവൽ ലോഞ്ചിക്ക് കയറണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഹൈവേന്ന് NH U-ടേൺ എടുത്തിട്ട് കുറച്ച് ദൂരം ഓടണം. അത് നമുക്ക് കുറേ വേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് ട്രാവൽ ലോഞ്ച് കയറി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും നമ്മൾ വേറെ സ്ഥലത്തൊക്കെ കയറണം. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ആര്യാസിൽ കയറുന്നത് തന്നെയാണ്. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ സമയം 8:09. സാധാരണ 8 മണിക്കൊക്കെ ആകുമ്പോൾ 8 മണിക്ക് നമ്മൾ സ്ഥിരമായിട്ട് അരവിന്ദിക്ക് വരുമ്പോൾ ഇവിടുന്ന് പോകാറുണ്ട്. കാരണം മാക്സിമം എത്ര നേരത്തെ അരവിന്ദിൽ എത്താൻ പറ്റി അത്രയും സുഖമാണ് അവിടുന്ന് പോരാൻ. അപ്പോൾ ഇപ്രാവശ്യം ആണെങ്കിൽ ഇന്ന് നമ്മൾ 5 മണിക്ക് ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് 5 മണിക്ക് ഇറങ്ങി. പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ 4 പൂച്ചക്കുട്ടികൾ, അവരിപ്പോൾ പുതിയ പൂച്ചക്കുട്ടികൾ വന്നിട്ടുണ്ട്, ഭയങ്കര ചെറുതാണ്. അപ്പോൾ അവർ ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ നിന്ന് ലേറ്റായിട്ട് അപ്പോൾ മാക്സിമം വരുന്ന വഴിയിലൊക്കെ കുറേ ഒന്നും പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, പിന്നെ വേഗം പോരുക എന്നുള്ള തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് സാധാരണ ഇവിടുന്ന് പോരുന്ന സമയത്താണ് ഇപ്പോൾ നമ്മളിവിടെ ആര്യാസിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ പരിപാടി കാരണം മാക്സിമം അവിടെ എത്രത്തോളം നമുക്ക് നേരത്തെ എത്താൻ പറ്റും അത്രത്തോളം നേരത്തെ നമുക്ക് ഇവിടുന്ന് പോരാൻ പറ്റും. എന്നാലും നമ്മൾ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ലേറ്റായിട്ട് അവിടെ എത്തിയാൽ തന്നെ വൈകുന്നേരം വരെ ആവാറുണ്ട്. കാരണം അത്രത്തോളം തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. കോഴ്സ് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് പൊങ്കൽ. പിന്നെ ഈ ഹോട്ടലിൽ നമുക്ക് പൊങ്കൽ കഴിച്ചാൽ അതുകൊണ്ട് നമുക്ക് രാവിലെ നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കണം എന്നാണല്ലോ, അത് നിറയൊന്നുമില്ല, ക്വാണ്ടിറ്റി കുറവായിരിക്കും. പക്ഷേ ഹോസ്റ്റലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റിയത്. എന്നാലും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പൊങ്കലെങ്കിലും മിനിമം കഴിക്കണം. ആര്യാസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ V-ഗാർഡിൻ്റെ കമ്പനി വരുന്നത് ഹൈവേയിൽ. ബാബിഡോളിലെ മേക്കപ്പ് കുറേ കാലമായിട്ട് അരവിന്ദിൻ്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. ഹോസ്പിറ്റൽ കാണുന്നതും പാർക്കിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പൊടിയാണ്. മഴക്കാലത്താണ് ഇവിടെയൊക്കെ പ്രശ്നം വരിക. അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ പണിയാണ് തോന്നുന്നു.
ഇതിങ്ങനെ കുറേ ദൂരമാണ് ഇവിടെ. പ്രശ്നമാണ്. ഈ വെയിലും കൊണ്ട് നിങ്ങൾ പണി നടക്കുന്നിടത്ത് കൂടെ നടന്നു പോകണം. ഇത് പുതിയ പണി നടക്കുന്ന ബൈപ്പാസ്. ഇവിടുന്ന് ഇങ്ങനെ നടക്കണം ഒരുപാട് ദൂരം. അവിടെയാണ് ആ കാണുന്നത് അരവിന്ദിൻ്റെ പുതിയ പാർക്കിങ്ങിൻ്റെ പണി നടക്കുന്ന സ്ഥലങ്ങളാണ്. പുതിയ ബിൽഡിങ് അവിടെ വരുന്നുണ്ട്. അരവിന്ദിലെ ഏറ്റവും രസമുള്ള ഒരു ഏരിയയാണ് ഈ നടുമുറ്റം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ്. എപ്പോൾ പോയാലും അവരിങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ളത് ഒരു പിങ്ക് കളറ് താമരയാണ്. പക്ഷേ അവരെപ്പോഴും അതിന് മുന്നേ വൈറ്റ് ആയിരുന്നു. അങ്ങനെ പല കളറും വയലറ്റും ഒക്കെ അവർ ഇടാറുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പീസ് ലില്ലീസും ചെടികളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അരവിന്ദിലെ ഈ ഒരു സ്ഥലം. അരവിന്ദിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വണ്ടി എടുക്കാൻ പോവുകയാണ്. ലേറ്റായി, ഒരുപാട് ലേറ്റായി. ഇന്ന് കർപ്പകം ജംഗ്ഷനും ബേഗ്രില്ല് റെസ്റ്റോറൻറ്റും 2-2.5 കൊല്ലം നമ്മൾ അഴിഞ്ഞടി അല്ലെങ്കിൽ നമ്മളെ സ്വന്തം സ്ഥലമായിരുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ സ്വന്തം വിചാരിച്ച സ്ഥലത്തൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളൊക്കെ അവിടുത്തെ വിസിറ്റേഴ്സാണല്ലേ. അതാണ് ബേഗ്രില്ല് റെസ്റ്റോറൻറ്റ്. എത്ര പെട്ടെന്ന് സമയങ്ങളൊക്കെ പോവുക എന്നുള്ളത്. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞത് അറിയുന്നില്ല. ഞങ്ങളുടെ സ്വന്തം MDS ബേക്കറി ഹൈവേ കൂടെ പോകുന്ന തമിഴ്നാട് കോയമ്പത്തൂർ ഹൈവേ കൂടെ പോകുന്നവർക്കൊക്കെ അറിയാം. MDS ബേക്കറി രാത്രി 1 മണിയായാലും 24 hours നമ്മൾ ഏത് നേരം രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളും നമ്മളെ ഹൈവേയും ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് മെമ്മറി ആണല്ലേ. സ്ഥിരം ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ വന്ന് പോയിരുന്നൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു 2016 മുതൽ കോയമ്പത്തൂർ എത്തിയ ആളാണ്. 2016 മുതൽ 2023 വരെ വരെ കോയമ്പത്തൂർ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കൊല്ലമായി. അതിൻ്റെ ഇടയിൽ ഒരു 6-7 മാസം നമ്മൾ ഇല്ലെങ്കിലും പിന്നെ കൊറോണ സമയം അതൊക്കെ കഴിഞ്ഞാലും സ്ഥിരമായിട്ട് എല്ലാ വീക്കെൻഡും നമ്മൾ ബൈക്ക് ഓടിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന ഒരു ഹൈവേ ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് 1 കൊല്ലം തന്നെ മാറിയപ്പോൾ പല സ്ഥലങ്ങളിൽ പേര് മറന്നുപോയി. അതാണ് ഏറ്റവും വലിയ രസം. സ്ഥിരമായിട്ട് പോയിരിക്കുന്ന പല സ്ഥലങ്ങളിൽ പേര് മറന്നുപോയതാണ് അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഹൈവേയിൽ ഏറ്റവും നമുക്ക് മനോഹരമായിട്ടുള്ളത് ഒന്ന് സൂര്യൻ്റെ വ്യൂവും അതുപോലെ മലകളുമാണ്. രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ഉദിച്ച് വരുന്നൊരു വ്യൂവും വൈകുന്നേരം പോവുകയാണെങ്കിൽ അസ്തമിച്ച് വരുന്ന വ്യൂ. അടിപൊളി വൈബ് കിട്ടുന്ന ഒരു റോഡാണിത്. ഇത് ഹൈവേ കൂടെ വരണം എന്നാലേ അത് കിട്ടുള്ളൂ. അതാണ് മധുക്കരമ്പലം. നിങ്ങൾ ഇതുവരെ പോയിട്ട് നിങ്ങളെ കൊണ്ടുപോയി കൊല്ലം കുറേ പറയാൻ തുടങ്ങി നിങ്ങളതിന് പോയി കൊണ്ടു. പക്ഷെ നിങ്ങളത് കയറി എത്തുമ്പോ കാലുമുട്ടുകാരുള്ളവർക്കൊന്നും പറ്റിയ സ്ഥലമില്ല. അമ്മയ്ക്കൊന്നും എന്തായാലും പറ്റില്ല. ചേച്ചീനെ ചേട്ടനൊക്കെ ഒന്ന് കൊണ്ടുവരണം. അടിപൊളി വൈബ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ കയറണം. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ കയറണം. എന്നാലേ അതിന്റെ ഗുമ്മ് കിട്ടുള്ളൂ. പക്ഷെ ഈ നേരത്ത് പോയിട്ട് കാര്യമില്ല. കാരണം സൂര്യ ഉദിച്ച് വരുന്ന സമയത്ത് കയറിയിട്ട് ആ രാവിലത്തെ വെയിലുണ്ടല്ലോ, അത് നല്ല രസം അവിടെ നിന്ന് കാണാൻ. മഞ്ഞില് ഭയങ്കര ബ്യൂട്ടി. മല കണ്ടല്ലേ, വേറെ വേറെ ഷേപ്പിലായി. ഇത് നമ്മളെ സ്റ്റീൽ ഇന്ത്യൻ ഓയിലിൽ പെട്രോൾ പണിക്കാൻ. ഇവിടെ SBIയുടെ കാർഡും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ 3 രൂപ കുറവ് കിട്ടും. 3 രൂപ കുറവ് കിട്ടാറുണ്ട് സാധാരണ. അതിങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങളെ പഴയ കോളേജിലേക്ക് തിരിയുന്ന സ്ഥലം. JCTക്കുള്ളത് KG ചാവടി വേലന്താവളം. അതാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ആ പാലത്തിന്റെ അവിടെ ഫ്ലൈറ്റ് കൂടെ വന്നിട്ട് ഈ പാലത്തിന്റെ ഉള്ളിൽ കൂടെ നടന്നത്. എറണാകുളം 160, തൃശ്ശൂർ 93. അതാവുമ്പോൾ തുറന്നിട്ടില്ലേ. നല്ല NH ആണ്. പക്ഷെ ഒരു കൊല്ലായിട്ട് മെയിൻ്റെനൻസ്. ഒരു കൊല്ലാണ് മെയിൻ്റെനൻസ്. ഇല്ല, ഇതിന്റെ മേലെ കൂടെ വണ്ടി പോവില്ലല്ലോ. അത് പറയും എന്ന് തുടങ്ങിയ മെയിൻ്റെനൻസ്. അത് അപ്പുറത്തെ ട്രാക്കല്ലേ. ഒരു കൊല്ലം ഇവിടുത്തെ മെയിൻ്റെനൻസ്. അതാണ്. നല്ല റോഡുണ്ട് പക്ഷെ പോവാൻ യോഗമില്ല. താഴത്തെ കൂടെ പോകണം. അത് തമിഴ്നാടിന്റെ ഒരു NH ആണെങ്കിൽ തമിഴ്നാടിന്റെ ഒരു ഇതാണത്. ഹമ്പ് ചാടിയിട്ട് പോയാൽ മതി. ഇത്രയും കാലം അവിടെ നിന്ന് ഇങ്ങോട്ടേ പാട്ട് മാറ്റിയാ ഞാൻ മാറ്റി. ഞാൻ സൗണ്ട് കുറച്ചത് മാറ്റിപ്പോയി.
2015 മുതൽ ഞങ്ങൾ കയറാൻ തുടങ്ങിയ ഹോട്ടലാണ് ശ്രീ ശക്തി വിലാസ് പറളിയിലുള്ളത്. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് ഇതിപ്പോൾ അവർ ടെമ്പററി ആയിട്ട് അവർ ഇങ്ങോട്ട് മാറ്റിയതാണ് ഒരു മാസത്തേക്ക് എന്നാണ് പറഞ്ഞത്. അതൊരു അഗ്രഹാരം, ഒരു വീടിൻ്റെ ഉള്ളിൽ പോലത്തെ ഒരു ഹോട്ടലാണ്. വെജിറ്റേറിയനാണ്, നമ്പൂതിരീസിൻ്റെയാണ് തോന്നുന്നത്. പക്ഷേ നല്ല ഭക്ഷണമാണ്. നമ്മൾ സ്ഥിരം ഫാമിലിയായിട്ട് പോകണം. ഇപ്പോൾ ഞാൻ തനിയെ വരികയാണെങ്കിലൊക്കെ ഞാൻ കയറി കഴിക്കുന്ന ഭക്ഷണം, അടിപൊളി ഭക്ഷണം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ട്രിപ്പ് കഴിഞ്ഞിട്ട് എത്തി. സമയം 21:39, 9:40 നമ്മൾ എത്തിയപ്പോൾ. സാധാരണ അരവിന്ദിൽ ഇടയ്ക്കൊന്ന് നമ്മൾ ഏകദേശം 9:30 രാവിലെ കയറിയിട്ട് 3:45 നമ്മൾ അരവിന്ദിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. സ്ഥിരം ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം ചെക്കപ്പ് ഇതൊക്കെ കൂടുതലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ കറങ്ങുകയാണല്ലോ. സ്ഥിരം പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം. 2-3 നമ്മൾ ഭയങ്കര ഇതാണ്, നല്ല രസത്തിൽ ഇങ്ങനെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ, ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പോൾ അതൊക്കെ തന്നെ. പിന്നെ രാത്രി പിന്നെ വേറെ എവിടെ ഇന്ന് സത്യം പറഞ്ഞത് വേഗം ഒഴിവാകുമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇന്ന് വളരെ പെട്ടെന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് രാവിലെ ഒഴിവാകുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പിന്നെ ടെസ്റ്റുകളും ഇതൊക്കെ തന്നെ സാധാരണ അങ്ങനെ തന്നെ ഉണ്ടാവാറ്. അപ്പോൾ അതൊക്കെ കൂടി പിന്നെ തിരിച്ചെത്തി. ഇനി ഒരു വട്ടം കൂടി കോയമ്പത്തൂർ പോകാനുണ്ട്. എൻ്റെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 20 ദിവസമായിട്ട് കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ട് സർട്ടിഫിക്കറ്റ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊരു ദിവസം ഇന്നത് വാങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹോസ്പിറ്റൽ ടു എൻ്റെ കോളേജ് പോരുന്ന വഴിയിലാണ്. കോളേജ് ഏതാന്ന് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മളെ പ്രേമലു സിനിമയിൽ നെസ്ലിൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഞങ്ങളെ കഫ്റ്റേരിയയിലാണ്. അവരെ കോളേജൊക്കെ കാണിക്കുന്നത് ഞങ്ങളെ ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അത് വേറെ ഏതോ ഒരു പേരിലാണ് കോളേജ് കാണിക്കുന്നത്. ഞങ്ങളെ കോളേജ് എൻ്റെ ക്യാമ്പസാണ് കാണിക്കുന്നത്. 2 ക്യാമ്പസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഹൈറ്റും ഐസെറ്റും. അത് ഞാൻ കോളേജിൽ വിളിക്കാൻ പോകുന്നുണ്ട് ഒരു ദിവസം. സർട്ടിഫിക്കറ്റ്സ് വാങ്ങാനായിട്ട് നമുക്ക് അടുത്ത മാസമായിട്ട് ഒന്ന് പോയി നോക്കണം. അപ്പോൾ ഞാൻ കോളേജ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ അറിയാത്ത ആളുകൾ കുറവായിരിക്കും, ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രേമലു സിനിമയിൽ കാണിക്കുന്ന സ്റ്റാർട്ടിങ് കാണിക്കുന്ന കഫ്റ്റേരിയയും അതൊക്കെ എന്ന് പറയുന്നത്, കഫ്റ്റേരിയൊക്കെ നമ്മൾ രാത്രി പോയി ഇരുന്നിട്ട് വെറുതെ പോയി കുത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിലാണ് അവർ ആ സ്റ്റാർട്ടിങ് സിനിമ തുടങ്ങുന്ന ഭാഗം മുഴുവനും എന്ന് പറയുന്നത് ഞങ്ങളെ ഹിന്ദുസ്ഥാൻ്റെ ഫസ്റ്റ് ക്യാമ്പസാണ്. 2 ക്യാമ്പസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്യാമ്പസാണ് ഞങ്ങൾ ന്യൂ ക്യാമ്പസിലാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.